ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ സേനാപതിയുടെ കഴുത്തിലേക്ക് തോക്കങ്ങ് വെക്കണം കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ സാക്ഷിയെ കൊന്നത് എൻ്റെ അരുണിമാൻ്റെയും എൻ്റെ പൂജയും അല്ല. എൻ്റെ ആൻറ്റി ഇപ്പോൾ കേസ് നിന്റെ മകളെ കൊന്നു എന്ന് പറഞ്ഞുള്ള ആ കേസ് ഏറ്റെടുത്തത് എൻ്റെ പൂജയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആരാണ് യഥാർത്ഥ കൊലപാതകി എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും, ഞാൻ തെളിയിച്ചിരിക്കും എന്നങ്ങ് നീ പിന്നെ പറഞ്ഞു വരുന്നത് പ്രിയയാണോ എൻ്റെ മകളെ കൊന്നത് എങ്കിൽ ആ പ്രിയയെ ഒളിപ്പിച്ച് വെൽക്കാതെ നീ എൻ്റെ മുന്നിലേക്ക് ഇട്ട് താടാ എന്നങ്ങ് സേനാപതി പറയട്ടോ. ഞാനായിട്ട് നിൻ്റെ മുന്നിലേക്ക് പ്രിയയെ ഇട്ട് തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ട്? ഇല്ല, ഞാൻ ഒരിക്കലും നിൻ്റെ മുന്നിലേക്ക് ഇട്ട് തരില്ല. ഞാൻ തന്നെ പ്രിയയെ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് അവളെ വെച്ച് ആരൊക്കെയാണോ കളിച്ചത് അതിനുള്ളവരെ എല്ലാവരെയും ഞാൻ പകരം വീട്ടിയിരിക്കും. 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആക്സിഡൻറ്റിൻ്റെ പിറകിൽ ആരാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ കണ്ടുപിടിച്ച് മുന്നിൽ തന്നിരിക്കും. അത് കഴിഞ്ഞ് തേജ കൊലക്കേസിൽ ആരൊക്കെയാണോ പ്രതികളായിട്ടുള്ളത് അവരെയൊക്കെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് നിയമത്തിൻ്റെ മുന്നിൽ നിന്നും ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സേനാപതി ഒരു വരവങ്ങ് വരും. അത് എൻ്റെ അവസാനത്തെ വരവായിരിക്കും. പിന്നെ ഈ അർജുനൻ നിങ്ങളൊക്കെ അന്ന് ആ ഒരു ദിവസം മാത്രമേ കാണുകയുള്ളൂ. അതുവരെയാണ് ഈ കളികളൊക്കെയുള്ളൂ. എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ഞാൻ പ്രിയയെ വെച്ച് കളിച്ച ഓരോരുത്തരെയായിട്ട് ഞാൻ എണ്ണി ഞാൻ ചോദിച്ചിരിക്കും. ഈ അർജുൻ ആരാണെന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും സേനാപതിയുടെ ഷർട്ട് കുത്തിപ്പിടിച്ച കാരണം ഷർട്ടൊക്കെ കീറിയിട്ടുണ്ടാവും കേട്ടോ. എന്നതിൻ്റെ ശേഷം സേനാപതിയുടെ കയ്യിലേക്ക് അർജുൻ ആ തോക്കങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഓർമ്മ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അർജുൻ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അരുണിമാൻ്റിക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, അവരുടെ മകളുമായിട്ട് കുറച്ച് കാലമെങ്കിലും അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ അർജുൻ ആനന്ദ് പാലിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നതിൻ്റെ ശേഷം അർജുൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ജോർജൂട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല എന്തിനാണ് ഇപ്പോൾ അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമത് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ പൂജയെയും അരുണിമാൻ്റെയും ജയിലിലിട്ടിട്ട് അയാളൊന്ന് ഉപദ്രവിക്കാൻ നോക്കി, അത് ചോദ്യം ചെയ്യാനും, രണ്ടാമത് അയാളോട് ചോദ്യം ചോദിക്കാതെ തന്നെ അയാൾ എനിക്കൊരു മറുപടി കൂടി കിട്ടി. അത് എനിക്ക് ആവശ്യമായിരുന്നു. പ്രിയ അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, പ്രിയ അവരുടെ കസ്റ്റഡിയിലില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവളൊരു കുരുട്ടു ബുദ്ധിക്കാരിയാണ്. അവൾ ആരും തന്നെ അറിയാതെയാണ് ഇതെല്ലാം ഒപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അവളെ കണ്ടുപിടിച്ച് അടങ്ങൂ എന്നൊക്കെ അർജുൻ ജോർജൂട്ടിയോട് പറയുന്നുണ്ട്. പിന്നെ അർജുനും ജോർജൂട്ടിയും കൂടി നേരെ കിരണിനെ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. എന്നിട്ട് കിരൺ പറയുകയാണ്, വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രിയെ ഇങ്ങനെ അന്ന് ആ സാക്ഷി കൊല്ലപ്പെട്ട രാത്രിയിൽ നിൻ്റെ ഭാഗത്തുള്ള CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിച്ച സമയത്ത് ഒരു പെൺകുട്ടി അപായിട്ട് മുഖം മറച്ച ശേഷം സ്പീഡിൽ പോകുന്നതൊക്കെ അതിൽ പതിയുന്നുണ്ട്. നീ ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ ആ വിഷ്വൽ കാണുന്ന സമയത്ത് ഇത് പ്രിയ തന്നെയാണ് എന്ന് പറയും. പക്ഷേ മുഖം നിനക്ക് എങ്ങനെ അറിയില്ലല്ലോ, മുഖം മറച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അല്ല, അവളുടെ നടത്തം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് പ്രിയ തന്നെയാണ്. അതിൻ്റെ ശേഷം എനിക്കും ചെറുതായിട്ടത് മനസ്സിലായി. എന്നതിൻ്റെ ശേഷം അവൾ നേരെ പോയത് ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്കാണ്. എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് പോയത് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരനോട് ഞാൻ ചോദിച്ച സമയത്ത് അയാൾക്ക് അവരുടെ മുഖം അങ്ങ് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, എന്നാൽ ബസ് സ്റ്റാൻഡ് ഒന്ന് അതിലത്തെ CCTV ഒന്ന് നോക്കിയാൽ പോരെ. പക്ഷേ ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് തന്നെ പ്രിയെ അതിൽ നിന്നും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോൾ, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? പക്ഷേ ഒരു കാര്യം ഈ ലോക്കൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലോക്കൽ പോലീസും നിസാരക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ളതെന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ, എന്താണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കിരൺ പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ അന്ന് ലാസ്റ്റ് ദിവസം നമ്മൾ ടാപ്പ് ചെയ്ത ആ ഫോണില്ലേ, അത് ആ ലാസ്റ്റ് ദിവസം വിളിച്ചത് ആർക്കാണെന്ന് അർജുനൊന്ന് ഊഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ശങ്കറാമാണ് അന്ന് വിളിച്ചിട്ടുള്ളത്. അന്ന് അഖിലിനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേക്ക് കോള് വന്നില്ലേ, അത് തന്നെയാണ്. അത് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്തത്. കാരണം പ്രിയയുടെ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയം അവർക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരങ്ങനെ ഒന്ന് കളിച്ചത്. അതിൻ്റെ ശേഷം പിന്നീട് ഇതുവരെയും ആ ഫോൺ വർക്കായിട്ടില്ല എന്ന് പറയുമ്പോൾ ജോർജ് കുട്ടി പറയാണ്, അപ്പോൾ അതറിഞ്ഞ ശേഷം ആ ഫോൺ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവുമെന്നും. അതെ, അത് നീ പറഞ്ഞത് കറക്റ്റാണെന്ന് കിരൺ പറയണം. ഇത് ഞാൻ ഒരുപാട് അന്വേഷണവും കാര്യങ്ങളും അതേപോലെ സെർച്ചിങ്ങും കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആ ശങ്കർ റാമിൻ്റെ കോളൊന്ന് ഞാൻ പരിശോധിച്ചു. അപ്പോൾ ശങ്കർ റാം തന്നെ അയാളുടെ പേരിലെടുത്ത മറ്റൊരു സിമ്മിലേക്ക് അയാൾ തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്താ പറഞ്ഞു വരുന്നത് എന്ന് അർജുൻ
അർജുൻ ചോദിക്കുമ്പോൾ അതെ, ശങ്കറാമിൻ്റെ പേരിലെടുത്തിട്ടുള്ള ആ ഒരു സിമ്മ് പ്രിയക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നും അയാൾ അന്ന് സാക്ഷി മരണപ്പെടുന്ന ആ ദിവസം വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇതുവരെയും വർക്കാവാതെ ഇരുന്നിട്ടും പിന്നീട് ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ പല പല ഭാഗങ്ങളിലായിട്ട് ആ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കും? പ്രിയയുടെ കയ്യിലാണ് ആ ഫോൺ. കാരണം ശങ്കർറാം വേണമെങ്കിൽ നന്ദൻ്റെ മകളാണ് പ്രിയ എന്ന് കരുതിയിട്ടാവും ആ സിമ്മും കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവൾ ഭയങ്കര ബുദ്ധിയുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ആ ഫോണിൽ നിന്നും അവൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷേ പല പല ഭാഗങ്ങളിലായിട്ട് അവൾ അത് ഓൺ ആക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ സേവ് ചെയ്ത നമ്പറുകൾ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ ജോർജൂട്ടി പറയുന്നുണ്ട് അതിന് അത് സേവ് ചെയ്ത നമ്പറുകൾ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ബൂത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് ക്രിമിനലുകൾക്ക് ഒരു ബുദ്ധിയുണ്ട്. ആ ക്രിമിനലുകൾ പക്ഷേ അവരറിയാതെ അവർക്കുള്ള ഒരു കുഴി അവർ തന്നെ തോണ്ടും. അത് അവരറിയാതെ ചെയ്യുന്ന കാര്യമാണ്. കാരണം അവർ ഇന്നലെ 2 ദിവസം മുന്നേ പ്രിയ വീണ്ടും ആ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ നിന്നും അവൾ ഒരു കോള് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ എവിടേക്കുമല്ല കോള് ചെയ്തിട്ടുള്ളത്. അവൾ തമിഴ്നാട്ടിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. തിരുനെൽവേലി ഭാഗത്തുള്ള ഒരു കുപ്പുസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ നമ്പറിലേക്കാണ് അവൾ വിളിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചാൽ ഒരു പക്ഷേ പ്രിയ അത് അറിയും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രഹസ്യമായിട്ടാണ് ഇത് അന്വേഷിച്ചത്. അപ്പോഴാണ് അറിഞ്ഞത് അത് കുപ്പുസ്വാമി. നിങ്ങൾക്കറിയുമോ കുപ്പുസ്വാമി ആരാണെന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. എന്തായാലും ആരും അറിയാതെ കാടളക്കാതെ തന്നെ ഇതിനെ ഇരയെ പിടിക്കണം. അതിനു വേണ്ടി അർജുൻ നീ രഹസ്യമായിട്ട് തന്നെ ഈ കുപ്പുസ്വാമി ആരാണെന്നുള്ളത് നീ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രിയയുടെ ആ ഒരു താവളം കണ്ടെത്താനാവുകയുള്ളൂ. പ്രിയയെ കസ്റ്റഡിയിലാക്കാനും കഴിയുകയുള്ളൂ. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ നീ ഈ അന്വേഷണം നടത്തുന്നത് ആരും തന്നെ അറിയരുത് എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക അർജുൻ, അവൾ നിസാരക്കാരിയല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവളുടെ ഗ്യാങ്ങും കാര്യങ്ങളും തമിഴ്നാട്ടിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് പിന്നെ അർജുനും ജോർജ് കുട്ടിയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. എന്നിട്ട് നേരെ ആശ്രമത്തിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ. ഈ സമയത്ത് ശങ്കർറാമിനെ സേനാപതി വിളിച്ചു വരുത്താണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ ശങ്കർറാമിനോട് സേനാപതി സംസാരിക്കുകയാണ്. എടോ ശങ്കർ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അർജുൻ്റെ കസ്റ്റഡിയിലൊന്നും പ്രിയയില്ല. കാരണം അവൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായത്. അവൾ അർജുൻ്റെ കസ്റ്റഡിയിലാണ് പ്രിയ ഉള്ളത് എങ്കിൽ അവൻ്റെ ഭാര്യയെ റിമാൻഡ് ചെയ്യാൻ അവൾ സമ്മതിക്കില്ല. അങ്ങനെ പൂജയെ കസ്റ്റഡിയിലാക്കണമെന്നുണ്ടെങ്കിൽ അവൻക്ക് പ്രിയയെ അങ്ങ് ഹാജരാക്കിയേ പോരെ. പിന്നെ പൂജയെ വെറുതെ വിടാൻ ഇത് മതിയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ്റെ കയ്യിൽ പ്രിയ ഇല്ല എന്നുള്ളത് എനിക്കിന്ന് മനസ്സിലായി. അവൻ എന്നെ എന്ന് കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നിന്നെയാണ് സംശയമുള്ളത്. ശങ്കർ, നീ അവളെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ശങ്കർ ആകെ അങ്ങ് പേടിക്കാൻ കേട്ടോ. എന്താ സേനാപതി ഈ പറയുന്നത്? ഒരിക്കലും ഞാൻ അവളെ സംരക്ഷിക്കുകയില്ലല്ലോ. സാക്ഷി മോളെ കൊന്ന അവളെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? ഒരിക്കലും സംരക്ഷിക്കില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എൻ്റെ മോളെ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, അവരൊക്കെ ചേർന്ന് ആരൊക്കെയാണ് എൻ്റെ മോളെ മരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല. ശങ്കർ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീയും നല്ല സൂക്ഷിക്കണം. കാരണം അവൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അന്ന് നീ 20 വർഷങ്ങൾക്ക് മുന്നേ അരുണിമയെ പൂജയെയും നന്ദനെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? അക്കാര്യമൊക്കെ അർജുൻ അറിയാം. അവൻ എന്തോ ഒരു വലിയ പദ്ധതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിൽ. എല്ലാവരെയും കൊടുക്കാനുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് അവൻ്റെ മനസ്സിലുള്ളത്. ഒരു കാര്യം, എല്ലാവർക്കും ഇത് അർജുൻ ഒരു ഭീഷണി തന്നെയായിട്ടുണ്ട്. അർജുൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ വെറുതെ ഇരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു പദ്ധതിയുണ്ട്. അതേപോലെ ആ പ്രിയയെ ഒളിപ്പിച്ചത് ഇനി നിൻ്റെ ഏട്ടനാണോ? എന്നിട്ട് നമ്മളൊക്കെ ഈ പ്രിയ മരിച്ചു എന്ന് പറഞ്ഞ് പരക്കം പാവുമ്പോൾ അയാളങ്ങ് പൊട്ടിച്ചിരിക്കുകയായിരിക്കുമോ ഉള്ളിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കർ അങ്ങനെ സാധ്യതയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശങ്കർ റോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സേനാപതി.
ഒരു കാര്യം ശങ്കർ നീ മനസ്സിലാക്കിക്കോ, ആ പ്രിയ എന്ന് പറയുന്നവൾ ഭയങ്കര കുബുദ്ധിയുള്ളവൾ തന്നെയാണ്. അവൾ നിസ്സാരക്കാരിയല്ല. നമ്മൾ വിചാരിച്ചത് അവളൊരു പാവമാണ്, നമ്മൾ ചലിക്കുന്ന അനുസരിച്ച് നരിക്കുന്ന ഒരു പാവയാണെന്ന്. പക്ഷെ ഒരിക്കലുമല്ല, അവൾ ഒരു ഭയങ്കര കുബുദ്ധിയുള്ളവൾ തന്നെയാണ്. അവൾക്ക് എന്തൊക്കെയോ പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. അവൾ ഇനി തിരിച്ചു വരുന്നത് നമ്മളെ എല്ലാവരെയും കൊടുക്കാനുള്ള പദ്ധതിയുമായിട്ടായിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ ശങ്കറിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ശങ്കറിന് തന്നെ അതൊരു വലിയൊരു പേടി പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയ നമ്മൾ വിചാരിച്ച പോലെ അല്ല, പ്രിയ ഒരു പൊട്ടിയുമല്ല. അവൾക്ക് എന്തൊക്കെയോ പദ്ധതിയുണ്ട്. അവൾ വെറുതെ ഒന്നുമല്ല ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ശങ്കറിനോട് സേനാപതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നേരെ വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്തേക്ക് അർജുനും ജോർജ് കുട്ടിയും കൂടി എത്താണ്. എന്നിട്ട് എന്തായി മോനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പ്രിയയെ കസ്റ്റഡിയിൽ കിട്ടാതെ അച്ഛ ഒരിക്കലും പൂജയെ പുറത്തിറക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോള് ഒറ്റയ്ക്ക് പൊരുതിയിട്ടാണ് ആ സേനാപതിയോടും നന്ദനോടും എല്ലാം തന്നെ പൊരുതിയിട്ടാണ് എന്നെ പുറത്തിറക്കിയിട്ട്. അങ്ങനെ എൻ്റെ മോള് ഒരിക്കലും ഇനി ജയിലിൽ കിടത്താൻ നീ അനുവദിക്കരുത് മോൻ. അതിനുവേണ്ടി എന്താണെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ അത് ആ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അച്ഛ ഞാൻ വന്നത്. പ്രിയ എവിടെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചെറുതായിട്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചറിയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ പറയുമ്പോൾ ഇല്ല ഈ കുപ്പുസ്വാമി ആരാണെന്നുള്ളത് അച്ഛൻ അറിയുമോ എന്ന് കുപ്പുസ്വാമിയോ എനിക്കറിയില്ല. അല്ല സ്നേഹസദനത്തിലുള്ള ആരെങ്കിലും ആണോ എന്ന് സ്നേഹസദനത്തിൽ അങ്ങനെ ഒരു ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ കുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരാൾക്ക് പ്രിയ ഫോൺ വിളിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് അറിയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ അയാളുടെ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രിയ അറിയും ഞങ്ങൾ എന്തിനാ വിളിച്ചത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ അറിയുമെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഈ കുപ്പുസ്വാമി ആരാണെന്ന് എനിക്കറിയില്ല എന്ന് വിശ്വനാഥൻ അച്ഛൻ പറയുമ്പോൾ അർജുൻ ആകെ ഒരു നിരാശയാവാണ് കേട്ടോ. എന്നിട്ട് സാരമില്ല ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അർജുനും ജോർജ് കുട്ടിയോടും പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ അച്ഛന് ഈ കുപ്പുസ്വാമി ആരാണെന്നുള്ളതും തമിഴ്നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ അച്ഛന് ഓർമ്മ വരികയാണ് കേട്ടോ. അർജുൻ മോനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, മല്ലിക എന്നങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലുള്ളത് മല്ലിക എന്ന് പറഞ്ഞ ആളെ എനിക്ക് അറിയാം എന്ന് പറയാൻ വേണ്ടിയിട്ട് വിശ്വനാഥൻ അച്ഛൻ അർജുനെ അങ്ങ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ മല്ലികയെ എനിക്ക് ഓർമ്മയുണ്ട്, അവർ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അർജുനോട് പറയാൻ വേണ്ടിയിട്ട് വിശ്വനാഥൻ അച്ഛൻ അർജുനെ അങ്ങ് തിരിച്ച് വിളിക്കാൻ കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.